നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോഴും ക്രമസമാധാന പാലനത്തിനായി കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് പോലീസുകാരില്ല. നിലവിൽ 933 പേരുടെ സുരക്ഷ ഒരു പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്വം എന്നതാണ് ശരാശരി കണക്ക്. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് NSS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. 57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കാസർഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ M നന്ദഗോപാലൻ IPS ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ 8 മുതൽ 11 വരെ തീയതികളായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ആകാംക്ഷ ഹാറ്റ് പ്രദർശന വിപണന മേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആകാംക്ഷ ഹാറ്റ് പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. വയോജനങ്ങൾക്ക് നൽകിവരുന്ന പെൻഷൻ 1600-ൽ നിന്നും 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാലിക്കടവിൽ നടന്ന സമ്മേളനം CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോഴും ക്രമസമാധാന പരിപാലനത്തിനായി കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് പോലീസുകാരില്ല. നിലവിൽ 933 പേരുടെ സുരക്ഷ ഒരു പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്വം എന്നതാണ് ശരാശരി കണക്ക്. കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യ 14 ലക്ഷത്തിലേറെ. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാകട്ടെ 1500 പോലീസ് ഉദ്യോഗസ്ഥർ. ശരാശരി 933 പേർക്ക് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കണക്ക്. പൗരൻ പോലീസ് അനുപാതം 500 പേർക്ക് ഒരു പോലീസ് എന്നതാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പിന്റെ നിർദ്ദേശം. നിലവിലെ കണക്കിൽ ഇത് ഇരട്ടിയാണ്. ജില്ലയിലെ കുറഞ്ഞത് 2800 പോലീസ് ഓഫീസർമാരുടെ സേവനം വേണമെന്നതാണ് ഭരണപരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം. 70 സബ് ഇൻസ്പെക്ടർമാർ വേണ്ടിടത്ത് 50 പേരാണ് ഇപ്പോഴുള്ളത്. അനുവദനീയമായ വനിതാ പോലീസ് ഇൻസ്പെക്ടർമാരുടെയും 35 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 111 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തിക അനുവദിച്ചെങ്കിലും ഇതിൽ 76 പേരെയാണ് നിയമിച്ചിട്ടുള്ളത്. 2 വനിതാ ഇൻസ്പെക്ടർമാരുടെയും 5 വനിതാ സബ് ഇൻസ്പെക്ടർമാരുടെയും കസേരകളും ഒഴിഞ്ഞു തന്നെ. വനിതാ പോലീസ് സ്റ്റേഷനിലും വനിതാ സെല്ലിലും ഇൻസ്പെക്ടർ ഇല്ലാതായിട്ട് 1 വർഷം പിന്നിട്ടു. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർമാർക്കാണ് ഇൻസ്ട്രക്ടറുടെ ചുമതല. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ കടലോരമുള്ള ജില്ലയിൽ ബോട്ടസ് റാങ്ക് ഡ്രൈവറായി സ്ഥിരം നിയമനവുമില്ല. താൽക്കാലിക നിയമനമാണ് പതിവ്. ജില്ലയിൽ ലഹരി ഉപയോഗം, ലഹരിക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്ക് എതിരായുള്ള അക്രമം, കവർച്ച, അസ്വാഭാവിക മരണം, ഗാർഹിക പീഡനം തുടങ്ങിയ ഒട്ടേറെ കേസുകളാണ് ദിവസവും ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നത്. 2025 മാർച്ച് വരെ മാത്രം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ FIR ഇട്ട കേസുകളുടെ എണ്ണം 79,889 ആണ്. നിരവധി പരാതികളാണ് ഒത്തുതീർപ്പാക്കാറുള്ളത്. വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ തടയാനും ക്രമസമാധാന പാലനം, മെച്ചപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനും കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് കണക്കുകൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് NSS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഓഫീസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് A. കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിൽ എന്താണോ നടക്കുന്നത് ഇതേ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ നമ്മുടെ വിരമിച്ച ആളുകൾക്കുള്ള പെൻഷൻ, നമ്മളെ ഈ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പെൻഷനേഴ്സിൻ്റെ വലിയ കൂട്ടായ്മകളും പെൻഷനേഴ്സിൻ്റെ അവകാശങ്ങൾ ഖനിക്കുന്ന ഭരണാധികാരികൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
ഇന്നിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആശങ്കാകുലരാക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയം വളരെ കുറവാണ്, കുറേ പേര് സംസാരിക്കാനുണ്ട്. ഇന്ന് സമ്മേളനം എന്ന് പറയുന്ന പ്രധാനമായിട്ടും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കേണ്ട ഒരു വേദിയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ജില്ലാ സെക്രട്ടറി വി രാഘവൻ, ട്രഷറർ ടി കെ ശ്രീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എം പി ജനാർദ്ദനൻ, AKBRF കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി കുമാരൻ നായർ, ശരത് ഈശ്വർ, കാനറ ബാങ്ക് റിട്ടയറീസ് ഫോറം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നന്ദകുമാർ നായർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വി രാഘവൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എം ദാമോദരൻ നായർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കാസർഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ എം നന്ദഗോപാലൻ IPS ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. 57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ എം നന്ദഗോപാലൻ IPS ഉദ്ഘാടനം ചെയ്തു. ശ്രീ പ്രൊഫസർ PC ജെയിംസ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഇതുമായിട്ട് റൈഫിൾസ് അല്ലെങ്കിൽ ഷൂട്ടിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മേഖലയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് അതിലേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് 2 വർഷത്തിൽ വളരെയധികം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ അപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കിട്ടിയിട്ടില്ലല്ലോ. കാരണം ട്രെയിനിങ്ങിന് പോകുമ്പോഴാണ് ആദ്യമായിട്ട് റൈഫിൾ അല്ലെങ്കിൽ പിസ്റ്റളൊക്കെ ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാർക്ക്, അനിയത്തിമാർക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് വളരെ 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 അവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണമെന്ന് തോന്നുന്നു. തുടർന്ന് കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി VC ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് അസോസിയേഷൻ ട്രഷററും കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KA നാസർ സ്വാഗതം പറഞ്ഞു. A ഹമീദ് ഹാജി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ഉദ്ഘാടനത്തിനൊപ്പം തന്നെ 10 മീറ്റർ എയർ റൈഫിൾ മത്സരങ്ങൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും അഫിലിയേറ്റഡ് അസോസിയേഷനുകളിലെയും മികച്ച താരങ്ങൾ 6 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. 10, 25, 50 മീറ്റർ റേഞ്ചുകളിൽ സീനിയർ, ജൂനിയർ, യൂത്ത്, സബ് യൂത്ത്, മാസ്റ്റർ, സീനിയർ മാസ്റ്റർ എന്നീ വിഭാഗങ്ങളിലെയും ഒളിമ്പിക് ഇനങ്ങളിലെയും മത്സരങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ 8 മുതൽ 11 വരെ തീയതികളായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 8 മുതൽ 11 വരെ തീയതികളായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സബ് ജില്ലാ കലോത്സവമായാലും ജില്ലാ കലോത്സവമായാലും സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദികളായാലും അതുപോലെ തന്നെ സംസ്ഥാന ശാസ്ത്രമേളയായാലും മറ്റ് മേളകളൊക്കെ തന്നെ ഏറ്റെടുക്കുന്നതിന് ഒരു മടിയുമില്ലാതെ നമുക്ക് യെസ് പറയാൻ പറ്റുന്നത് ആ ഒരു കൂട്ടായ്മയുടെ ബലത്തിലാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു എന്നും അതങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. അതോടൊപ്പം കായിക മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ സബ് ജില്ലാ സ്പോർട്സ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ സ്റ്റേഡിയത്തിലും മറ്റുമായിട്ടാണ് ഹോസ്ദുർഗ് സബ് ജില്ലയുടെ സബ് ജില്ലാ സ്പോർട്സ് നടക്കാറ്. ഇപ്പോൾ ഒളിമ്പ്യാഡ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്കൂൾ സ്പോർട്സും അതുപോലെ തന്നെ സബ് ജില്ലാ സ്പോർട്സും ഒക്കെ നടക്കുന്നത്. PTA പ്രസിഡന്റ് EV ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ ലത KV പ്രഭാവതി, സരസ്വതി KV, കൗൺസിലർമാരായ N അശോക് കുമാർ, സുജിത് നെല്ലിക്കാട്ട്, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ CV അരവിന്ദാക്ഷൻ, K വിജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ N വേണുനാഥൻ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് P സുമ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾ 123 ഇനങ്ങളിലായി മത്സരിക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഭാരവാഹികളായി KV സുജാത ചെയർമാനായും K സുരേന്ദ്രൻ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആകാംക്ഷ ഹാറ്റ് പ്രദർശന വിപണനമേള കാഞ്ഞങ്ങാട്ട് തുടങ്ങി. നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആകാംക്ഷ ഹാറ്റ് പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത്. നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആകാംക്ഷ ഹാറ്റ് പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത്.
കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് മേള നടക്കുന്നത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള സംരംഭകരുടെയും കരകൌശല വിദഗ്ധരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. കരകൌശല വസ്തുക്കൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കൈത്തറി സാധനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾ 50ഓളം സ്റ്റാളുകളിലായി അണിനിരക്കുന്നുണ്ട്. ഈ മേള പരപ്പയിലെ സംരംഭകർക്ക് വലിയ മുതൽക്കൂട്ടാവുമെന്ന് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ രാജേഷ് പറഞ്ഞു. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ്, സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം കാസർഗോഡ്, അതേപോലെ ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ ഓണക്കാലത്ത് വ്യവസായ വകുപ്പ് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള. കാസർഗോഡ് ജില്ലയിലെ 5 കൈത്തറി സംഘങ്ങളുടെ വിവിധതര ഉൽപ്പന്നങ്ങളാണ് ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. മേളയുടെ ഭാഗമായി സാമ്പത്തിക സാക്ഷരത, സംരംഭകത്വ വികസനം, കുടുംബശ്രീ പദ്ധതികളുടെ സാധ്യതകൾ, നൈപുണ്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. പരപ്പയിലെ സംരംഭകർക്ക് പ്രചോദനം നൽകുന്നതിനാണ് ഇത്തരമൊരു മേള സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി പറഞ്ഞു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിരേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 2023 മുതൽ വിവിധ ഇനം പരിപാടികൾ നടത്തി വരികയാണ്. ഇന്ത്യ രാജ്യത്ത് 500 ബ്ലോക്ക് പഞ്ചായത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ കേരളത്തിൽ 9 ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ കാസർഗോഡ് ജില്ലയിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുത്തത്. വിവിധ ഇനം പരിപാടികളും ഞങ്ങൾ നടത്തിക്കൊണ്ടേ വരികയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, മൃഗസംരക്ഷണം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിലാണ് ഞങ്ങൾ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. 5 കൈത്തറി സംഘങ്ങളുടെ വിവിധതരം ഉൽപ്പന്നങ്ങളാണ് ഈ മേളയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് DIC ജനറൽ മാനേജർ S. സജിത്ത് പറഞ്ഞു. സെപ്റ്റംബർ 3 മേള സമാപിക്കും. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിനോദ് ലെൻസ്മാൻ അനുസ്മരണവും സാന്ത്വനം കുടുംബ സഹായ ഫണ്ട് വിതരണവും നടക്കാവ് ശ്രീരാഗം ഹാൾ വെച്ച് സംഘടിപ്പിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം സാന്ത്വനം ഫണ്ട് വിനോദ് ലെൻസ്മാൻ കുടുംബത്തിന് കൈമാറി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിനോദ് ലെൻസ്മാൻ അനുസ്മരണവും സാന്ത്വനം കുടുംബസഹായ ഫണ്ട് വിതരണവും നടക്കാവ് ശ്രീരാഗം ഹാൾ വെച്ച് സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് ഗോകുലൻ ചോയ്യങ്കോട് അധ്യക്ഷത വഹിച്ചു. പടന്നക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം സാന്ത്വനം ഫണ്ട് വിനോദ് ലെൻസ്മാൻ കുടുംബത്തിന് കൈമാറി. ഏറെ മഹനീയമായ ഒരു പരിപാടികളാണ് നാം എല്ലാവരുടെ സന്നിധാനത്തിലുള്ളത്. 17,000-ൽ പരം ആളുകൾ അംഗങ്ങളായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ളൊരു സംഘടന എന്ന രീതിയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ അവരുടെ അംഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 10,000-ഓളം അംഗങ്ങളിൽ നിന്ന് 100 രൂപ വീതം സ്വരൂപിച്ച് ആ സ്വരൂപിച്ച സംഖ്യയിൽ നിന്ന് ഈ കൂട്ടത്തിൽ നിന്ന് സഹജീവികളായിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം വന്നാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ദൗത്യം എന്ന രീതിയിൽ 10 ലക്ഷം രൂപ നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള മാതൃകാപരമായ ഒരു ചടങ്ങിലാണ് നിങ്ങളെന്നെ ക്ഷണിച്ചിട്ടുള്ളത്. യോഗത്തിൽ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ, രാഘവൻ മാണിയാട്ട്, AKPA സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ, ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ VN, ജില്ലാ ട്രഷറർ പ്രജിത്ത് NK, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അനൂപ് ചന്ദേര, വേണു VV, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധീർ K, ജില്ലാ വെൽഫെയർ ചെയർമാൻ ഷെരീഫ് റൈമാട്ട്, കൺവീനർ വിജയൻ ശൃംഗാർ, നേച്ചർ ക്ലബ് കോർഡിനേറ്റർ ശ്രീജിത്ത് നീലായ്, ജിതേന്ദ്രൻ നടക്കാവ്, ഹരീഷ് ചൈത്രം എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി ദിനേശൻ സ്വാഗതവും മേഖലാ ട്രഷറർ ഓം പ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാത വികസനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന ആവശ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു.
ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിച്ച് ദേശീയപാതാ വികസനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും അക്രമകാരികളായ തെരുവുനായ ശല്യം ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും തൊഴിലുറപ്പ് തൊഴിലിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നും കൂടുതൽ ഫണ്ട് അനുവദിച്ച് ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കി എങ്ങനെയാണ് ഓരോ രാജ്യത്തെയും സ്ത്രീകൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം അവർക്ക് കൈവരിക്കാനാവുന്നത്, മെച്ചപ്പെട്ട തൊഴിൽ കൊടുക്കാനാവുന്നത്, ഒരു ജീവിയാണ് എന്ന ബോധത്തോടെ എങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിയും, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. ഒരുപാട് രാജ്യങ്ങളുടെ കാര്യം പറയാൻ കേട്ടോ, ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് അനുഭവങ്ങളും ഒക്കെ പറയാൻ നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഏരിയ പ്രസിഡന്റ് പി എ ശകുന്തള അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, പി സി സുബൈദ, ടി കെ ചന്ദ്രമ്മ, വി വി പ്രസന്നകുമാരി, ഇ ചന്ദ്രമതി, ദേവി രവീന്ദ്രൻ, ഫൗസിയ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. കെ രുക്മണി രക്തസാക്ഷി പ്രമേയവും കെ വി സുജാത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വി വി തുളസി, കെ രോഹിണി, എ ഡി ലത തുടങ്ങിയ സബ് കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സംഘാടക സമിതി ചെയർമാൻ കെ വി ജയപാലൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ, സ്വാഗത നൃത്ത ശില്പം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇമ്മാനുവൽ സിൽക്സിന്റെ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം സമ്മാന വിതരണം ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ച് നടന്നു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS സമ്മാന വിതരണം നിർവഹിച്ചു. വസ്ത്രവ്യാപാര രംഗത്ത് ഫാഷന്റെ പുത്തൻ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഇമ്മാനുവൽ സിൽക്സിൽ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം മെഗാ സെയിലിന്റെ ഭാഗമായുള്ള ദിവസേന നെറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി. കഴിഞ്ഞ ദിവസങ്ങളിലെ വിജയികളായ നിഷാന്ത് മാണിക്കൂത്ത്, രമ്യ നിട്ടെടുക്കം, യമുന കാഞ്ഞങ്ങാട്, സരിത തൈക്കടപ്പുറം, രാജൻ മൂവാരിക്കുണ്ട് എന്നിവർക്ക് ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ, എയർ ഫ്രയർ, വാഷിംഗ് മെഷീൻ എന്നീ സമ്മാനങ്ങൾ കൈമാറി. കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി. ഓണനാളിൽ കലാവസ്ഥ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓണം ആഘോഷമായിട്ടാണ് കേരളം ആഘോഷിക്കുന്നത്. ആ ആഘോഷത്തിൽ ഇമ്മാനുവലിൻ്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ അവസരം തന്നതിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നത് സന്തോഷം. പല പരിപാടികളിൽ കൂടി വിളിക്കാറുണ്ട്, ഇത് പങ്കെടുക്കാൻ പറ്റിയിട്ട് വളരെ സന്തോഷമുണ്ട്. എൻ്റെ നന്ദി ഞാൻ ഇമ്മാനുവലിനെ അറിയിക്കുകയാണ്. സമ്മാനത്തിൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ചടങ്ങിൽ CP ഫൈസൽ, PRO മൂത്തൽ നാരായണൻ, ഷോറൂം മാനേജർ സന്തോഷ് ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന മിലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് സോൺ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മിലാദ് റാലിയുടെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് സോൺ റാലി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പുതിയകോട്ട മഖാം സിയാറത്തോടുകൂടി ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന മിലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് സോൺ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മിലാദ് റാലിയുടെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് സോൺ റാലി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പുതിയകോട്ട മഖാം സിയാറത്തോടുകൂടി ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. മഖാം സിയാറത്തിന് ഷിഹാബുദ്ദീൻ അസ്ഹനി നേതൃത്വം നൽകി. കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും പോഷക സംഘടനകളുടെയും കീഴിൽ വിവിധ പദ്ധതികളോടുകൂടി മീലാദാഘോഷം, നബിദിനാഘോഷം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നാം കേട്ടതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഇത്രയും ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പുണ്യനബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ അഭിമന്യ ഗുരു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഞങ്ങൾക്ക് ആദ്യമായി ചൊല്ലിത്തരുന്ന ഒരു പ്രവാചക വചനമുണ്ട്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വതആല യർഹമു മൻ ഫിൽ അർളി.
അർളി യർഹമുക്കും മൻ ഫിസ് സമാ. VC അബ്ദുള്ള സഅദി, സയ്യിദ് ജഫർ സാദിഖ് തങ്ങൾ മാണിക്കോത്ത്, മദനിയം അബ്ദുൽ ലത്തീഫ് സഖാഫി, അബ്ദുൽ ഹമീദ് മൗലവി കൊലവയൽ, അബ്ദുൽ ഖാദർ സഖാഫി ആറങ്ങാടി, അബ്ദുൽ സത്താർ പഴയക്കടപ്പുറം, ബഷീർ മങ്കയം, മടിക്കൈ അബ്ദുള്ള ഹാജി, ഷിഹാബുദ്ദീൻ അസനി, SK അബ്ദുൽ ഖാദർ ഹാജി, BK അബ്ദുൽ റഹ്മാൻ ഹാജി ആറങ്ങാടി, മഷ്ഹൂദ് ഫാലിലി, നൌഷാദ് ചുള്ളിക്കര, CP അഹമ്മദ്, അബ്ദുൾ മജീദ് ഞാണിക്കടവ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. സുലൈമാൻ ഇർഫാനി, റാഷിദ് ഹിമമി ബംഗളം റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൃഗസംരക്ഷണ വകുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുടുംബസംഗമവും നടത്തി. മൃഗസംരക്ഷണ വകുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് SS കലാമന്ദിരത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ PK ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റ് ജില്ലകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഒരു വകുപ്പിൽ നിന്ന് വിരമിച്ച പാർട്ടി സീപ്പർമാർ മുതൽ വകുപ്പിലെ അധ്യക്ഷൻ വരെയുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കുടുംബ സംഗമം എന്ന ഒരു അപൂർവത ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ മുഖ്യ കാര്യക്കാരായിട്ടുള്ള ഡോക്ടർ സതീഷിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അതിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ ഈ വേദിയിൽ ഇത്തരത്തിലുള്ള ഒരു പദവിയിൽ ഇവിടെ എത്തിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും വഹിച്ച ഒരു വലിയ പങ്കിനും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ സതീശൻ KM അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P നരേന്ദ്രൻ നായർ, ഡോക്ടർ നാഗരാജ P, കൃഷ്ണൻ നമ്പൂതിരി, ദിവാകരൻ N, V കുഞ്ഞികൃഷ്ണൻ, M നാരായണൻ, ഭാസ്കരൻ ഊരാളി എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ V രവീന്ദ്രൻ സ്വാഗതവും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ ത്രേസ്യാമ്മ ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂൾ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത് നടന്ന പരിപാടി അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. PT പ്രസിഡന്റ് മുഹമ്മദ് ഫവാസ് അധ്യക്ഷത വഹിച്ചു. LSS വിജയികൾക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന ഉപഹാരം നൽകി അനുമോദിച്ചു. KV ലക്ഷ്മി, M രാജീവൻ, K വിശ്വനാഥൻ, MV രാഘവൻ, M ചന്ദ്രൻ, PV ബാലകൃഷ്ണൻ, വിദ്യാ രാജേഷ്, V നാരായണൻ, രാകേഷ്, രഞ്ജിത്ത് P, വിജേഷ് ചെരിച്ചൽ, കുമാരൻ നാലപ്പാടം, രാജേഷ് കുമാർ, രവീന്ദ്രൻ V എന്നിവർ സംസാരിച്ചു. ഫാത്തിമ ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി. കുട്ടികളുടെ കായിക മത്സരങ്ങൾ ശ്രദ്ധേയമായി. ഓണസദ്യയും സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അയ്യങ്കാളിയുടെ 162ാം ജന്മവാർഷിക ദിനാഘോഷം തായന്നൂർ കുഴിക്കോൽ ഉരുപതിയിൽ വെച്ച് നടന്നു. അസിസ്റ്റന്റ് ട്രൈബൽ ഓഫീസർ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളിയുടെ 162ാം ജന്മദിനാഘോഷം തായന്നൂർ കുഴിക്കോൽ ഉരുപതിയിൽ വെച്ച് നടന്നു. അസിസ്റ്റന്റ് ട്രൈബൽ ഓഫീസർ മധുസൂദനൻ K ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ജനങ്ങളുടെ നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു സാധനം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം. അന്നത്തെ സവർണർ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച സമയത്ത് താഴെ ഉള്ള ജാതി ഉള്ളവർക്ക് പ്രത്യേക ഏറ്റവും താഴെയുള്ളവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക, അതുപോലെ വസ്ത്രാധാരണം, മറ്റ് വിദ്യാഭ്യാസം ഇതൊക്കെ നിഷേധിക്കുന്നതിനെതിരെ ശക്തമായ സമരം നടത്തുകയും വില്ലുവണ്ടി സമരത്തിലൂടെ മേൽജാതിക്കാരുടെ അത്രയും മേൽജാതിക്കാർക്ക് പോലും അത്ഭുതം സൃഷ്ടിക്കുന്ന വിധത്തിൽ യാതൊരു ഭയവും ഉൾക്കൊള്ളാതെ വളരെ ഒറ്റയാൾ സമരം ചെയ്യുകയും. ഉഷ കല്ലംചിറ സ്വാഗതം പറഞ്ഞു. വിനു കരിവേടകം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സലീന മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ രാജീവൻ ചീരോൽ അനുമോദനം നൽകി. ദളിത് കൂട്ടായ്മ കേരള പ്രസിഡന്റ് സനീഷ് പയ്യന്നൂർ, രമേശൻ മലയാറ്റുകര, രമ്യ ബാലകൃഷ്ണൻ, സനു നാരായണൻ, ഉജ്വൽ, രാജു മാണിക്യം എന്നിവർ സംസാരിച്ചു. രണാധിപൻ RK നന്ദിയർപ്പിച്ച് സംസാരിച്ചു.
തുടർന്ന് കരി ഫോക്ക് ബാൻഡ് നാടൻപാട്ടും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തായന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോഴും ക്രമസമാധാന പാലനത്തിനായി കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് പോലീസുകാരില്ല. നിലവിൽ 933 പേരുടെ സുരക്ഷ ഒരു പോലീസ് ഓഫീസറുടെ ഉത്തരവാദിത്വം എന്നതാണ് ശരാശരി കണക്ക്. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് NSS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. 57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കാസർഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ M നന്ദഗോപാലൻ IPS ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ 8 മുതൽ 11 വരെ തീയതികളായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. ആകാംക്ഷ ഹാറ്റ് പ്രദർശന വിപണന മേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആകാംക്ഷ ഹാറ്റ് പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. വയോജനങ്ങൾക്ക് നൽകിവരുന്ന പെൻഷൻ 1600-ൽ നിന്നും 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാലിക്കടവിൽ നടന്ന സമ്മേളനം CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക വിതരണം ചെയ്യണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.